യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മേരി. ഞാൻ കണിച്ചാർ ഇടവകയിൽ നിന്നും വരുന്നു. 2018 എനിക്ക് ചുമ വന്നു. പേരാവൂരും തലശ്ശേരിയിലും 2-3 ഡോക്ടർമാരെ മാറി മാറി കാണിച്ചു. അവിടുന്ന് മരുന്ന് കഴിച്ചിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു ദിവസം ഫ്രണ്ട്സ് പറഞ്ഞ് പരിയാരത്ത് പോയി. അങ്ങനെ ഞങ്ങൾ പരിയാരത്തെ ENT കണ്ടു. അവിടുന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് അറിയുന്നത് തൊണ്ടയുടെ ഇടതുഭാഗത്തെ ഞരമ്പിന് തടിപ്പുണ്ടെന്ന്. അതുകൊണ്ടാണ് ചുമ വിട്ടുമാറാതെ അലർജിയായിട്ട് വന്നത്. തണുപ്പും പൊടിയും തണുത്ത ഭക്ഷണവും ഡോക്ടർ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്നും വാങ്ങി ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആവിലായിൽ വന്നത്. ധ്യാനത്തിനിടയിൽ എനിക്ക് ദാഹിച്ചു. വെള്ളം കുടിക്കണമെന്ന് തോന്നി. വെള്ളം കുടിക്കാൻ എടുത്തപ്പോൾ വെള്ളത്തിന് നല്ല തണുപ്പ്. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണോ വേണ്ടയോ എന്ന് ചിന്തിച്ചു. മാതാവിനെ ധ്യാനിച്ചുകൊണ്ട് ഞാൻ ആ തണുത്ത വെള്ളം കുടിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വീടിൻ്റെ അടുത്ത് ഒരു ആദ്യ കുർബാനയ്ക്ക് പോയി. അവിടുന്ന് ഒരു ഐസ്ക്രീം എടുത്തപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് തണുത്തത് കഴിക്കരുത് എന്ന് ഓർത്തത്. ഞാൻ മാതാവിനെ മനസ്സിൽ വിചാരിച്ച് ആ ഐസ്ക്രീം കഴിച്ചു. എനിക്ക് യാതൊരുവിധ കുഴപ്പവുമില്ല. അതിൽ പിന്നെ എനിക്ക് അലർജിയും ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ സ്തുതി, ഈശോയെ മഹത്വം. എൻ്റെ പേര് ആൻസി. ഞാൻ വലിയരീക്കമലയിൽ നിന്നും വരുന്നു. എൻ്റെ ചേച്ചിയുടെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. ചേച്ചിക്ക് 1 വർഷമായിട്ട് ശരീരം മൊത്തം ചൊറിച്ചിൽ വന്ന് രക്തം വരുമായിരുന്നു. ഇംഗ്ലീഷ് മരുന്നും ഹോമിയോ മരുന്നും കഴിച്ച് ഒരു കുറവും കിട്ടിയില്ല. ബന്ധിതനായ ഈശോയുടെ എണ്ണ പുരട്ടി ആവിലായിൽ വന്ന് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ചൊറിച്ചിൽ പൂർണ്ണമായും കിട്ടി. ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന 33 പ്രാവശ്യവും ഈശോയെ എന്ന 101 പ്രാവശ്യവും വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ രോഗസൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ ചുഴലിയിൽ നിന്നും വരുന്നു. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ്. അനിയത്തിക്ക് കുറച്ച് ദിവസങ്ങളായി തലകറക്കമുണ്ടാവുകയും ആസ്പത്രിയിൽ കൊണ്ടുപോയപ്പോൾ തലച്ചോറ് ചുരുങ്ങുകയാണെന്നും അത് മരണത്തിന് വരെ കാരണമാകാമെന്ന് പറയുകയും ചെയ്തു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് കർമ്മല മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അനിയത്തിയുടെ അസുഖത്തിന് കുറവ് കിട്ടുകയും മരുന്ന് കഴിച്ചപ്പോൾ അസുഖം പൂർണ്ണമായി മാറുകയും ചെയ്തു. ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവില അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. For the healing I received. Praised be Jesus Christ. എൻ്റെ പേര് ദീനാമ്മ ഫ്രം ഉളിക്കൽ. ഞാൻ ടീച്ചറായി ഖത്തറിൽ ജോലി ചെയ്തിട്ട് ഇന്ന് 3 വർഷമാകുന്നു. അവിടെ ചെന്നപ്പോൾ മുതൽ എനിക്ക് കടുത്ത തലവേദനയും ജലദോഷവും അനുഭവപ്പെട്ടിരുന്നു. കൂടാതെ എൻ്റെ വോയിസ് കംപ്ലീറ്റ് ഇല്ലാതാകുമായിരുന്നു. എല്ലാ മാസവും ഹോസ്പിറ്റൽ വിസിറ്റിലായിരുന്നു. മരുന്ന് കഴിച്ചു മടുത്തു. ഒരു പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു എനിക്ക് മൂക്കിന് ഒരു ഓപ്പറേഷൻ വേണം, ഇല്ലാതെ ഇത് മാറുകയില്ല എന്ന്. സിൻസ് ഐ ആം ടീച്ചർ ഐ കനോട്ട് ടേക്ക് ലോങ് ലീവ്. അങ്ങനെയെങ്കിൽ എൻ്റെ ജോബ് നഷ്ടമാകും. തലവേദന കൊണ്ട് സഹിക്കാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ കണ്ടിന്യൂസ് സ്ട്രഗിൾ ചെയ്തു. അന്ന് ഒരു ദിവസം ഞാൻ ആവില ചർച്ചിൽ വന്ന് സാക്ഷ്യം എഴുതി ഇടും. ഓൾസോ ഓഫർ എ താങ്ക്സ് ഗിവിംഗ് ഹോളി മാസ് എന്ന് ഒരു പ്രോമിസ് ചെയ്തു. ഞങ്ങളുടെ വെക്കേഷൻ ജൂലൈയിലാണ്. സോ ഇപ്പോൾ അവധിക്ക് വന്നതാണ്. ഒരു തേഴ്സ്ഡേ സർവീസും അറ്റൻഡ് ചെയ്ത് എൻ്റെ പ്രോമിസ് കംപ്ലീറ്റ് ആക്കാനാണ് പ്ലാൻ. ബിലീവ് ഓർ നോട്ട് ആവില, മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ കംപ്ലീറ്റ് ഹീലാക്കി. അന്ന് ഫ്യൂ മന്ത്സ് ബാക്ക് ഞാൻ എഴുതി വച്ചിരുന്നു. ഓൾസോ ഡെയിലി ഈശോയെ എന്നുള്ള പ്രയർ 101 ടൈം പറയാനും തുടങ്ങി. അതിൽ പിന്നെ ഇന്ന് വരെ ആ തലവേദനയും വിഷമവും ജലദോഷവും സ്വരമില്ലായ്മയും അനുഭവപ്പെട്ടിട്ടില്ല. വലിയ ഒരു അത്ഭുതം. അതിൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല.
പിന്നെ ഹീലാക്കിയ സർവശക്തനായ ദൈവത്തിനും കർമ്മല മാതാവിനും ഒത്തിരി ഒത്തിരി നന്ദി. ഈ വലിയ അത്ഭുതം പലരോടും ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ പഴയ സ്വരം എനിക്ക് തിരികെ കിട്ടി. ഒരു ഓപ്പറേഷനും പോകേണ്ടി വന്നിട്ടില്ല. ഹൗ ക്യാൻ ഐ താങ്ക്സ് മൈ ലോർഡ് ഹു ഈസ് ഓൾ ഇൻ ഓൾ. താങ്ക്സ് യു ആൻഡ് പ്രൈസ് ജീസസ് ആൻഡ് മേരി. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ പയ്യാവൂരിൽ നിന്നും വരുന്നു. ഞാൻ ആവിലാപ്പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ നടുവേദന മാറിക്കിട്ടി. എനിക്കിപ്പോൾ അത്യാവശ്യം ജോലികളെല്ലാം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മേരി, സ്ഥലം എടൂർ. ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത് വീണതിനെ തുടർന്ന് എൻ്റെ ഇടുപ്പല്ലിൽ ചെറിയ പൊട്ടലുണ്ടാകുകയും കിടപ്പിലാവുകയും ചെയ്തിരുന്നു. ആ സമയത്ത് രോഗസൗഖ്യത്തിനായി പ്രാർത്ഥിക്കുകയും രോഗസൗഖ്യം കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ എൻ്റെ വേദന കുറയുകയും എഴുന്നേറ്റ് നടക്കാൻ സാധിക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിജി, സ്ഥലം വള്ളിത്തോട്. ഞാൻ 3 വ്യാഴാഴ്ച ഇവിടെ വന്ന് വചനപ്രഘോഷണത്തിലും ദിവ്യബലിയിലും പങ്കുകൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മക്കളുടെ കുറേ കാലമായി ഉണ്ടായിരുന്ന ശ്വാസം മുട്ടലും കഫക്കെട്ടും മാറിക്കിട്ടി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. ഈശോയ്ക്ക് സ്തുതി. എൻ്റെ പേര് തോമസ്, സ്ഥലം കുന്നോത്ത്. എനിക്ക് കഴുത്തിൻ്റെ വളരെ വളഞ്ഞ അസ്ഥിക്ക് ഭയങ്കര വേദനയുണ്ടായി. കൈ പൊക്കുവാനോ താക്കുവാനോ പറ്റാനായില്ല. കുളിക്കാൻ പോലും വേറെ ആളുടെ സഹായം വേണ്ടി വന്നു. ഒരു തൈലം വീട്ടിലുണ്ടായിരുന്നു, അത് പുരട്ടി. അപ്പോൾ കുറച്ച് വേദന കൂടുകയാണ് ചെയ്തത്. ആ തൈലം തുടച്ചു കളഞ്ഞ് ഈശോയുടെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. 2 മിനിറ്റിനകം എൻ്റെ വേദന പൂർണ്ണമായും മാറി. എൻ്റെ വേദന മാറ്റിത്തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവിന് 1000 നന്ദി. എൻ്റെ പേര് ഏലിയാമ്മ, ചുഴലിയിൽ നിന്ന് വരുന്നു. എൻ്റെ ആങ്ങളയുടെ മകളുടെ ഭർത്താവിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ആങ്ങളയുടെ മകളുടെ ഭർത്താവ് റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളാണ്. പെട്ടെന്നൊരു ദിവസം ശരീരത്തിന് മുഴുവൻ തളർച്ചയും ക്ഷീണവും വന്നു. പെട്ടെന്ന് തന്നെ ആസ്പത്രിയിൽ എത്തിച്ചു. എന്നാൽ കണ്ണൂർ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഡോക്ടർ പറഞ്ഞു. അറ്റാക്ക് ആയിരുന്നു. 20 മിനിറ്റിനുള്ളിൽ തന്നെ കണ്ണൂർ ആസ്പത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ ഒരു ഓപ്പറേഷൻ നടത്തി. എന്നാൽ അന്ന് തന്നെ വീണ്ടും വല്ലാതെ തളർച്ചയും ക്ഷീണവും വിറയലും ഒക്കെ അനുഭവപ്പെട്ടു. വീണ്ടും ഒരു ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വ്യാഴാഴ്ച ഞാൻ ആവിലായിൽ വന്ന് ഈശോയോടും ആവില അമ്മയോടും പ്രാർത്ഥിക്കുകയും എല്ലാം മാറിയാൽ സാക്ഷ്യം എഴുതിയിടാമെന്ന് എഴുതി പോവുകയും ചെയ്തു. ഓപ്പറേഷനൊക്കെ നല്ല രീതിയിൽ അവസാനിച്ചെങ്കിലും പിന്നീട് മൂത്രത്തിൽ കല്ല് വന്ന് വളരെ വേദന അനുഭവിച്ചു. എന്നാൽ പ്രാർത്ഥനയുടെ ഫലമായി പിന്നീട് ഓപ്പറേഷൻ ഇല്ലാതെ മൂത്രത്തിൽ കല്ലും പൂർണ്ണമായും മാറി. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഉഷ. ഞാൻ കീഴ്പള്ളി ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മകൾക്ക് കിട്ടിയ 2 അനുഗ്രഹങ്ങൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. മകളുടെ 2 മേജർ അലർജി ടെസ്റ്റുകളായ വജീനൽ സ്വാബ് കൾച്ചർ ആൻഡ് പാസ്മിയർ ടെസ്റ്റ്, ഇത് 2ഉം റിസൾട്ട് വന്നപ്പോൾ നെഗറ്റീവായി കാണപ്പെട്ടു. അതിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമതായി മകൾ ജർമ്മൻ ലാംഗ്വേജ് എക്സാം ഉയർന്ന മാർക്കോടെ പാസ്സായി. ഈ 2 വലിയ അനുഗ്രഹങ്ങൾക്കും ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജെയിനി, പെരുമ്പുനയിൽ നിന്ന് വരുന്നു. എനിക്കിവിടെ 2 സാക്ഷ്യമാണ് പറയാനുള്ളത്.
ഒരു ദിവസം രാവിലെ എനിക്ക് ഒരു കാരണവുമില്ലാതെ നടുവേദന തുടങ്ങി. 2 ദിവസമായിട്ടും കുറയാത്തതിനാൽ ഡോക്ടറെ കാണിച്ചു. ടെസ്റ്റുകളെല്ലാം നടത്തി. എങ്കിലും ഒരു കുഴപ്പവുമില്ല. മരുന്ന് കഴിച്ചിട്ടും വേദനയ്ക്ക് ഒരു കുറവും ഉണ്ടാകാതെ വന്നപ്പോൾ ബന്ധിതനായി ഈശോയോട് പ്രാർത്ഥിച്ചു. വേദന മാറിയാൽ ആവിലായിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വേദന കുറഞ്ഞു കിട്ടി. രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ മോൾക്ക് വേണ്ടിയാണ്. 1 വർഷം മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ 2nd സ്റ്റേജിലാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മുട്ടിലിടുകയും പ്രാർത്ഥന കെട്ടിയിടുകയും നോർമലാക്കി തന്നാൽ സാക്ഷ്യം പറയാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി കുറച്ചു നാൾ മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ ഫാറ്റി ലിവർ നോർമലായതായി ഡോക്ടർ പറഞ്ഞു. അവൾക്ക് സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനും 1000 നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം. ഈശോയേ, ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ലല്ലു ജോസഫ്. ഞാൻ കരിക്കോട്ടക്കരി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മോൻ ജോംപോളിന് പെട്ടെന്നൊരു ദിവസം തലയിൽ ഒരു മുഴ കാണുകയും ഇവിടെ വന്ന് സാക്ഷ്യം എഴുതിയിടാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയും വ്യാഴാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം കൈവയ്പ് സമയത്ത് അവൻ്റെ മുഴയുള്ള ഭാഗത്ത് ഉമിനീർ പുരട്ടി പ്രാർത്ഥിക്കുകയും അപ്പോൾ തന്നെ മുഴ താഴ്ന്നു പോവുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ജോസ്, വീട് എടൂർ. എനിക്ക് 30 വർഷത്തിന് മുകളിലായി നട്ടെല്ലിൻ്റെ അകൽച്ച മൂലം വേദനയായിരുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ പ്രാർത്ഥനയിൽ വെച്ച് എനിക്ക് പൂർണ്ണ സൗഖ്യം തന്ന് ഈശോ എന്നെ അനുഗ്രഹിച്ചു. എനിക്കതിനുശേഷം ആ വേദന ഇതുവരെ ഉണ്ടായിട്ടില്ല. എനിക്ക് സൗഖ്യം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് തോമസ്. ഞാൻ മാടത്തിൽ നിന്ന് വരുന്നു. എൻ്റെ കാലിൻ്റെ മുട്ടിന് വേദനയായിരുന്നു. ഞാൻ ആവിലായിലെ എണ്ണ പുരട്ടിയതിൻ്റെ ഫലമായി എൻ്റെ വേദന മാറിക്കിട്ടുകയും ഞാൻ സാക്ഷ്യം എഴുതി കയ്യിൽ പിടിച്ച് മുട്ടിൽ നീന്തി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നതിൻ്റെ ഫലമായി എൻ്റെ കാലിൻ്റെ വേദന പൂർണ്ണമായും മാറിക്കിട്ടി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് മിനി. ഞാൻ ഇടപ്പുഴയിൽ നിന്നും വരുന്നു. കഴിഞ്ഞ 2 മാസമായി എനിക്ക് കഫക്കെട്ടായിരുന്നു. ഒരു ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു. പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചു. അവസാനം പരിയാരം മെഡിക്കൽ കോളേജിൽ ENTയെ കാണിച്ചു. ചെവിയുടെ ഉള്ളിൽ ഒരു സ്റ്റഡ് ഇടണമെന്നും പറഞ്ഞു. ഞാൻ ആവിലയിൽ വരികയും മുട്ടിലിടിഞ്ഞ് പ്രാർത്ഥിക്കുകയും റാപ്സൻ അച്ഛനെ കാണുകയും ചെയ്തു. അച്ഛൻ എനിക്കൊരു പ്രാർത്ഥന 500 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു തന്നു. അച്ഛൻ്റെ ഉമിനീര് തൊട്ട് അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഫലമായി എൻ്റെ ചെവി പൂർണ്ണമായും തുറന്നു കിട്ടുകയും കഫക്കെട്ട് മാറുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരൊരു മേജർ മിറക്കിളാണ് ചെവിയിൽ ഓപ്പറേഷൻ ചെയ്ത് സ്റ്റെൻഡ് ഇടണമെന്ന് പറഞ്ഞിരുന്നത്. കർത്താവ് തുറന്നു കൊടുത്തതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ, അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം, ഉണരാം, ഉണരാം. പ്രിയപ്പെട്ടവരെ, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിട്ട് ഓപ്പറേഷൻ കൂടാതെ സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങളും അതുപോലെ സന്താന സൗഭാഗ്യത്തിൻ്റെ സാക്ഷ്യങ്ങളും നിങ്ങൾക്ക് അൾത്താരയിൽ മെഡിക്കൽ റിപ്പോർട്ടുമായി അല്ലെങ്കിൽ കുഞ്ഞിനെയുമായിട്ട് വന്ന് നിന്ന് സാക്ഷ്യം പറയാവുന്നതാണ്. മറ്റ് സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് എഴുതി കൗണ്ടറിലോ സ്റ്റാളിലോ ഏൽപ്പിക്കാവുന്നതാണ്. ആവിലായിലെ അമ്മ ത്രേസ്യായ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് അനശ്വര.
എൻ്റെ 3 വയസ്സുള്ള മകൾക്ക് കിട്ടിയ രോഗസൗഖ്യത്തെ പറ്റിയാണ് ഞാൻ സാക്ഷ്യം രേഖപ്പെടുത്തുന്നത്. 1 മാസമായി വിട്ടുമാറാത്ത പനിയും ജലദോഷവും കഫക്കെട്ടുമായി ബുദ്ധിമുട്ടുകയായിരുന്നു. മരുന്നുകൾ മാറി മാറി കൊടുത്തുവെങ്കിലും ഫലമുണ്ടായില്ല. ഞാൻ ആവിലായിൽ വന്ന് മുട്ടയിൽ വലിഞ്ഞ് നിയോഗം എഴുതി പ്രാർത്ഥിച്ചു. അസുഖം ഭേദമായാൽ സാക്ഷ്യം എഴുതി അറിയിക്കാമെന്നും നേർന്നു. ഇവിടെ വന്ന് പോയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചുമയും ജലദോഷവും കഫക്കെട്ടും മാറി. ഈശോ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് മിനി. ഞാൻ പടിയൂരിൽ നിന്നും വരുന്നു. എൻ്റെ മൂത്ത മകനു വേണ്ടിയാണ് ഇത് എഴുതുന്നത്. 1.5 വർഷമായി ദുബായിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസിൽ ജോലി ചെയ്യുന്നു. വിസിറ്റ് എടുത്താണ് പോയത്. കൂട്ടുകാരൻ്റെ ബാപ്പയാണ് അവനെ കൊണ്ടുപോയത്. വിസിറ്റ് കാലാവധി കഴിഞ്ഞ് അവർ 2.5 വർഷത്തേക്ക് വിസ എടുത്തു കൊടുത്തു. അതിനുശേഷം അറിയാത്ത പണികളും മീൻ, ഇറച്ചി ഇവ വൃത്തിയാക്കുന്ന പണികളുമൊക്കെ എടുപ്പിക്കാൻ തുടങ്ങി. ദിവസം 12 മുതൽ 15 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ടി വന്നു. ലീവും കൊടുക്കാറില്ല. എന്തെങ്കിലും ചോദിച്ചാൽ വിസയുടെ 3 ലക്ഷം തന്നിട്ട് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയും. ഇവിടെ കടം മേടിച്ച് വീട് പണി തുടങ്ങി. അത് കാരണം അവർ പറയുന്ന പണികളെല്ലാം തുച്ഛമായ ശമ്പളത്തിൽ 1200 ദിർഹത്തിന് അവൻ ചെയ്തു. ഒരിക്കൽ ഒരു ചാനലുകാർ ഇന്റർവ്യൂവിന് വന്നു. എൻ്റെ മകനും അതിൽ ചാൻസ് കിട്ടി. അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറഞ്ഞു. അത് വൈറലായി. മാനേജ്മെന്റിന് ദേഷ്യം വന്നു. അവർ അവനെ 5 ദിവസം റൂമിൽ പൂട്ടിയിട്ടു. ഭക്ഷണവും കൊടുത്തില്ല. ഫോണോ വിവരമോ ഒന്നും അറിയാതെയായി. കൂട്ടുകാരെ വിട്ട് ഞങ്ങൾ വിവരം തിരക്കിയപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞത്. ഞാൻ ഇവിടെ വന്ന് ആവില മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മകനെ വിസ ക്യാൻസൽ ചെയ്ത് പുറത്തു വിടണമേ എന്ന്. ഈശോ എൻ്റെ പ്രാർത്ഥന കേട്ടു. ഒരു പ്രശ്നവും കൂടാതെ മാനേജർ വിളിച്ച് അവന് വിസ ക്യാൻസൽ ചെയ്തു കൊടുത്തു. 2 ദിവസത്തിന് ശേഷം അവൻ ഒരു ട്രാവൽ കമ്പനിയിൽ മാർക്കറ്റിംഗ് ജോലിക്ക് കയറുകയും ചെയ്തു. ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഗീത. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. എനിക്ക് 3 മാസം തുടർച്ചയായി വയറുവേദനയുണ്ടായിരുന്നു. മരുന്നുകൾ കഴിച്ചിട്ടും ഫലമുണ്ടായില്ല. ഞാൻ അച്ഛനെ കണ്ടു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എനിക്ക് ഇതുകൂടാതെ 3 സാക്ഷ്യം കൂടിയുണ്ട്. എൻ്റെ മകൾക്ക് രാവിലെ എന്നും തുപ്പുമ്പോൾ കഫത്തിൽ ബ്ലഡ് കാണുമായിരുന്നു. ഇത് മാറിക്കിട്ടിയാൽ സാക്ഷ്യം എഴുതിയിട്ടോളാം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. എൻ്റെ ഭർത്താവിന് ചെറിയ ബ്ലോക്കിൻ്റെ ആരംഭം ഉണ്ടായിരുന്നു. ഒത്തിരിയേറെ ബുദ്ധിമുട്ടിയിരുന്നു. യാതൊരു കുഴപ്പവുമില്ല എന്ന് റിസൾട്ടിൽ കണ്ടാൽ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേർന്നതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എൻ്റെ അനിത്യയുടെ തലയിൽ ഏണി വീണതിനെ തുടർന്ന് പേരാവൂർ ആസ്പത്രിയിൽ നിന്നും കണ്ണൂരേക്ക് വിട്ടു. അവിടെ നിന്നും തലയ്ക്ക് നല്ല ചതവുണ്ടെന്ന് പറഞ്ഞ് പരിയാരത്തേക്ക് വിട്ടു. കൊണ്ടുപോകുന്ന വഴിക്ക് അവിടെ എത്തുന്നതുവരെ ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. അവിടെ എത്തി ചെക്കപ്പ് നടത്തിയപ്പോൾ യാതൊരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഞങ്ങളുടെ കുടുംബത്തിന് ഇത്രയും വലിയ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ടേറ്റ് ചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ ഒരു കോടി മനുഷ്യരെ രക്തത്താൽ കഴുകണമേ. പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ പ്രാർത്ഥന എല്ലാ ദിവസവും 33 പ്രാവശ്യം ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരൊന്ന് കരമുയർത്താവോ? ഒത്തിരിയേറെ പേരുണ്ട്. കൈയടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം.
ഈ പ്രാർത്ഥന ലഭിച്ചിട്ടില്ലാത്തവർക്ക് അത് സൗജന്യമായി സ്റ്റാളിൽ നിന്ന് കളക്ട് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും കാലത്ത് 5:30 ഒരു ബന്ധിതനായ ഈശോയുടെ ഫോട്ടോയുടെ മുമ്പിൽ ഒരു തിരിയൊക്കെ കത്തിച്ച് 33 പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുകയും 101 പ്രാവശ്യം ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. സന്ധ്യക്ക് വിളക്ക് വെക്കുമ്പോഴോ കൊന്ത ചെല്ലുമ്പോഴൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഈ പ്രാർത്ഥന ചൊല്ലാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആദിത്ത്. ഞാൻ പേരാവൂരിൽ നിന്നും വരുന്നു. ഞാൻ കമ്പ്യൂട്ടർ അക്കൗണ്ടിങ്ങിൻ്റെ പരീക്ഷയിൽ നല്ല മാർക്കോടെ പാസ്സാകാൻ പ്രാർത്ഥന എഴുതി ആവില പള്ളിയിൽ കെട്ടിയിട്ടിരുന്നു. അതിൻ്റെ ഫലമായി റിസൾട്ട് വന്നപ്പോൾ 1998 മാർക്കോടെ പാസ്സായി. ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. 1000 മാർക്കിന്റെ പരീക്ഷ എഴുതിയിട്ട് ആകെ 2 മാർക്കാ പോയുള്ളൂ. ബാക്കി 998 കിട്ടി. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മഹിത, സ്ഥലം വീർപ്പാട്. ഇവിടെ വന്ന് ഈശോയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് സെറ്റ് നെറ്റ് പരീക്ഷകളിൽ വിജയിക്കുവാൻ സാധിച്ചു. അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പരീക്ഷകളിൽ കർത്താവ് ഉന്നത വിജയം നൽകുന്നതിനെ ഓർത്തുച്ചതിൽ വിളിക്കാം. എൻ്റെ പേര് മറിയം. ഞാൻ വിളമനയിൽ നിന്നും വരുന്നു. എൻ്റെ മക്കളും വന്ന മക്കളും വലിയ പിണക്കമായിരുന്നു. ഈശോയുടെ മുമ്പിൽ എഴുതിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മക്കളുടെ പിണക്കം മാറിക്കിട്ടി. ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. കുടുംബ സമാധാനം കർത്താവ് നൽകുന്നതിനെ ഓർത്തുച്ചതിൽ വിളിക്കാം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സാക്ഷ്യം എഴുതിയിടാൻ താമസിച്ചതിന് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ പേര് അക്ഷര ജോർജ്. ഞാൻ വാണിയപ്പാറ ഇടവകാംഗമാണ്. ഞാൻ ജർമ്മൻ പഠനത്തിലായിരുന്നു. 2023 ഞാൻ പഠനം ആരംഭിച്ചു. B2 എക്സാം എഴുതാൻ ഡേറ്റ് എടുത്തിട്ട് കിട്ടുന്നില്ലായിരുന്നു. എല്ലാവർക്കും കൊച്ചി, തിരുവനന്തപുരം എന്നീ സ്ഥലങ്ങളിൽ ഡേറ്റ് കിട്ടിയപ്പോൾ എനിക്ക് മാത്രം കിട്ടിയില്ല. പിന്നീട് പൂനെയിൽ വെച്ച് എക്സാം എഴുതി 2 പാസ്സായി. അതിനുശേഷം ഡേറ്റ് കിട്ടാതെ കുറേ വിഷമിച്ചു. ജൂൺ എക്സാം കഴിഞ്ഞ് പിന്നീട് എനിക്ക് സെപ്റ്റംബറിലാണ് ഡേറ്റ് കിട്ടുന്നത്. അതിലെഴുതിയത് 2 സ്ഥലങ്ങളിലാണ്. പക്ഷേ ഒരു എക്സാം മാത്രമേ പാസ്സായുള്ളൂ. മറ്റേ എക്സാമിന് 60-ൽ 54, 56 എന്നിങ്ങനെ ആയിരുന്നു മാർക്കുകൾ. വീണ്ടും നോക്കിയിരുന്നു. പിന്നീട് ബാംഗ്ലൂരിൽ ഡേറ്റ് കിട്ടി. ഒരു എക്സാം മാത്രമായിരുന്നു. അപ്പോഴൊക്കെ കൊച്ചി, തിരുവനന്തപുരം ഡേറ്റ് നോക്കിയെങ്കിലും കിട്ടിയില്ല. പക്ഷേ ബാംഗ്ലൂർ എനിക്ക് ടെൻഷനായി. അതിന് 50 മാർക്കേ കിട്ടിയുള്ളൂ. നല്ല സങ്കടമായി. അത് കഴിഞ്ഞിട്ടും ഡേറ്റ് നോക്കി, എങ്കിലും പിന്നീട് ഡേറ്റ് ഒന്നും കിട്ടിയില്ല. ആ ഇടയ്ക്ക് ഒരു ദിവസം ആവിലായിൽ വന്ന് ഞാൻ ആവശ്യം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. അമ്മയും അതുപോലെ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് ജനുവരി അവസാനം കൊൽക്കത്തയിൽ ഡേറ്റ് കിട്ടി. പക്ഷേ 58 മാർക്ക്. സങ്കടം തോന്നിയില്ല. കാരണം ഫെബ്രുവരി 14 എനിക്ക് കൊച്ചിയിൽ ഡേറ്റ് കിട്ടി. ആ പരീക്ഷയിൽ ഞാൻ പാസ്സായി. ഒരു മൊഡ്യൂളിന് വേണ്ടി ഞാൻ 5 വട്ടം എക്സാം എഴുതി. അവസാനം എന്നെ ഈശോ പാസ്സാക്കി തന്നു. എൻ്റെ വിസ പ്രോസസ്സിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മേരി, എടൂരിൽ നിന്നും വരുന്നു. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. വിദേശത്ത് പഠിക്കുന്ന അവൾക്ക് 6 മാസമായിട്ടും ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. ഞാൻ ഈ നിയോഗം വെച്ച് 9 വ്യാഴാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ജോലി കിട്ടുകയും അവളുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ നല്ല മാർക്കോടെ പാസ്സാകുകയും ചെയ്തു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിദേശത്ത് പോയിട്ട് 6 മാസമായിട്ടും ഒരു പാർട്ട് ടൈം ജോലി കിട്ടിയില്ല. നമ്മുടെയൊക്കെ ഒരു ധാരണ ഉണ്ട്, അവിടെ ചെന്ന അപ്പം തന്നെ അല്ലേ എടുത്തു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിച്ച ഈശോയേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ. ഞാൻ കല്ലുവയിൽ നിന്ന് വരുന്നു. ഞാൻ
ACCA എക്സാമിനും ഇൻ്റർവ്യൂവിനും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനോട് പ്രാർത്ഥനാ സഹായം തേടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഫലമായി എക്സാം പാസ്സാവുകയും തുടർന്ന് നല്ല ജോലി ലഭിക്കുകയും ചെയ്തു. എനിക്ക് ഈ അനുഗ്രഹം തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും മാവില അമ്മയ്ക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിൻസി, സ്ഥലം അങ്ങാടിക്കടവ്. ഞാൻ ആവിലായിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒമാൻ MOHൽ ജോലി ലഭിക്കുകയും അവിടെ ഒരു തടസ്സവും കൂടാതെ എത്തിച്ചേരുവാനും സാധിച്ചു. എനിക്ക് ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും പ്രാർത്ഥിച്ച അച്ഛനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ജോസഫ്, ഞാൻ ചെമ്പേരിയിൽ നിന്നും വരുന്നു. ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ സ്ഥലത്തിൻ്റെ 30 വർഷമായി അടയ്ക്കാതെ മുടങ്ങിക്കിടന്ന കരം അടച്ചു കിട്ടിയതിന് ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും വിശുദ്ധ യൗസേ പിതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സൻ അച്ഛനും 1000 നന്ദി പറയുന്നു. സംഭവിക്കും കാലമല്ലോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോസ്ന, സ്ഥലം കേളകം. ആവില പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഇറ്റലിയിൽ വെച്ച് നടന്ന നഴ്സിംഗ് പരീക്ഷ പാസ്സായതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ എൻ്റെ മമ്മിയുടെ കൗണ്ട് കുറയുന്ന ഔഷധവും പൂർണ്ണമായും മാറിക്കിട്ടി. ഈ 2 അനുഗ്രഹവും നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷാനി, സ്ഥലം എടൂർ. എൻ്റെ മോള് ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് പഠിക്കുകയാണ്. അവൾക്ക് ഫസ്റ്റ് സെം എക്സാം കഴിഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തോൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ വന്ന് നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇന്നലെ അവളുടെ റിസൾട്ട് വന്നു. അവൾക്കും അവളുടെ കൂട്ടുകാർക്കും നല്ല മാർക്ക് നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്ക് മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോഷി, പെരുമ്പുന്ന ഇടവകയിൽ നിന്നും വരുന്നു. എൻ്റെ മോൾ ദുബായിൽ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. ജോലി ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ മോൾക്ക് നല്ലൊരു ജോലി കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. നന്ദി പറയാം. നല്ല ജോലി ലഭിക്കാൻ കർത്താവിടെ വരുത്തിയതിനെ ഓർത്തുച്ചതിൽ വിളിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റെനിത, സ്ഥലം എടൂര്. ഞാൻ എൻ്റെ ചേച്ചിയുടെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. അവൾക്കൊരു നല്ല ജോലി കിട്ടുന്നതിന് വേണ്ടി ചേച്ചിയും ഞാനും മോളും ഇവിടെ വന്ന് മുട്ടിൽ ഇഴഞ്ഞു പ്രാർത്ഥിക്കുകയും ജോലി കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേരുകയും ചെയ്തിരുന്നു. അവൾക്ക് ആഗ്രഹിച്ച സ്ഥലത്ത് ഒരു നല്ല ജോലി നൽകി ഈശോ അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അച്ഛനും 1000 നന്ദി പറയുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സനുഷ തോമസ്. ഞാൻ ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. കഴിഞ്ഞ സെക്കൻഡ് ഇയറിൽ 4th സെം എക്സാമിന് നല്ല മാർക്ക് കിട്ടിയാൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായി പരീക്ഷയിൽ ഉയർന്ന മാർക്കും ഡിസ്റ്റിങ്ഷനും കൂടി വിജയിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇപ്പം 3rd ഇയർ പഠിക്കുകയാണ്. അതിൻ്റെ 5th സെം എക്സാം റിസൾട്ടും കഴിഞ്ഞ ദിവസം വന്നു. അതിനും നല്ല മാർക്കോടെ ഞാൻ പാസ്സായി. ഈ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും മാവില അമ്മയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് സാലമ്മ, ഞാൻ നടുവിൽ നിന്ന് വരുന്നു. എൻ്റെ മൂത്ത മോന് 4 വർഷമായിട്ടും കുട്ടികളുണ്ടാകാതിരുന്നിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു മോളെ കിട്ടി.
4 വർഷമായി മക്കളില്ലാതിരുന്ന ദമ്പതികൾക്ക് കർത്താവ് സന്താന സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ അന്തർ കണ്ടതും കേട്ടതും യേശുനാമത്തിൽ, മരണം തോറ്റതും ലാസറുയർത്തതും യേശുനാമത്തിൽ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ നമിത, എൻ്റെ മോൻ വില്യം. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പ്രഗ്നൻ്റ് ആണ്. അന്നേരം തന്നെ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ പ്രാർത്ഥന, എൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ് ഈശോൻ്റെ ആണ്, ഈശോ ഈ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നാണ്. അത് എല്ലാ ദിവസവും മുടക്കാണ്ട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എല്ലാം കുഴപ്പമില്ലാതെ തന്നെയായിരുന്നു. ഡെലിവറിയുടെ ഡ്യൂ ഡേറ്റിൻ്റെ 2 ദിവസം മുമ്പേ എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പം എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകണം, അത് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകുന്ന വഴിക്കാണ് അച്ഛൻ എൻ്റെ അടുത്ത് ഫോണിൽ സംസാരിക്കുന്നത്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, ഈ പ്രാർത്ഥന തന്നെ ചലിക്കൊണ്ടിരുന്നാൽ മതിയെന്ന്. അങ്ങനെ തന്നെ ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയി. ഓപ്പറേഷൻ കഴിഞ്ഞു. എല്ലാവർക്കും, എനിക്കും കൊച്ചിനും നല്ല സുഖമായിട്ട് ഒരു പ്രശ്നമില്ലാണ്ടായി. അച്ഛനും ദൈവത്തിനും മാതാവിനും സ്തുതി. താങ്ക് യു സോ മച്ച് ഫോർ ഓൾവേസ് കീപ്പിംഗ് അസ് ഇൻ പ്രയർ ഫാദർ. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവര്, ഇത് നമ്മുടെ ബെന്നിച്ചേട്ടൻ്റെ, തലക്കൽ ബെന്നിച്ചേട്ടൻ്റെ സഹോദരിയാണ്, സഹോദരിയുടെ മകളാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാ അച്ഛനാവണോ? ചേച്ചിയുടെ മകനാണിത്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് എൻ്റെ പേര് ജീത്ത്, ഇതെൻ്റെ ഭാര്യ മഞ്ജു, ഞങ്ങളുടെ മോൾ റേച്ചൽ. അപ്പം ഞങ്ങളുടെ 3rd മന്ത് സ്കാനിൽ ഞങ്ങൾ സ്കാൻ കഴിഞ്ഞ് വന്നപ്പം അവിടുത്തെ ഡോക്ടർ ആ റിപ്പോർട്ട് നോക്കിയിട്ട് പറഞ്ഞു നേസിൽ ബോൺ, അതായത് ഈ നേസിൽ ബോണിൻ്റെ കംപ്ലീറ്റ് ഫോർമേഷൻ ആയിട്ടുണ്ടോ എന്ന് അവർക്ക് ഒന്നോടെ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒന്നോടെ സ്കാൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഞങ്ങൾ അച്ഛനെ വിളിച്ചത്. അച്ഛനെ വിളിച്ചപ്പം അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഉദരത്തിൽ വളരുന്നത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങളത് ഡെയിലി പ്രാർത്ഥിച്ചു. അടുത്ത സ്കാൻ കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇറ്റ് ഈസ് ഓൾ ഗുഡ്. ഞങ്ങൾ ആ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു ത്രൂ ഔട്ട് പ്രഗ്നൻസി. ഞങ്ങൾക്ക് സുഖപ്രസവമായിരുന്നു. ആൻഡ് കൊച്ചും എല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഈശോയ്ക്ക് സ്തുതി. കരമടിച്ച് കർത്താവിന് മൈക്കൊന്ന് ഓഫ് ചെയ്തു. പ്രിയപ്പെട്ടവരെ, 3-ാം മാസത്തെ സ്കാൻ ചെയ്തപ്പോഴാണ് പറയുന്നത് മൂക്കിന് അല്ലേ നെയ്സൽ ബോൺ ഇല്ല. അപ്പോൾ നെയ്സൽ ബോൺ ഇല്ലെങ്കിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയും. ഡൗൺ സിൻഡ്രോം ഉണ്ടാവുമെന്നോ, അങ്ങനെ ആയിരിക്കുമെന്നോ, ഇങ്ങനെ ആയിരിക്കുമെന്നോ, വീണ്ടും ഒരു സ്കാൻ ചെയ്യണം, അനാമാലി ചെയ്യണം, അല്ലേ, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പല തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കും മനുഷ്യർ സാധാരണ രീതിയിൽ. അപ്പോഴാണ് ഇവർ വിളിച്ചത്, ഉദരത്തിലുള്ള കുഞ്ഞിന് വേണ്ടി നിങ്ങൾ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കണ്ട, നിങ്ങൾ അപ്പം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയോ, ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അടുത്ത സ്കാനിൽ, തൊട്ട് മുമ്പത്തെ സ്കാനിൽ ഇല്ലാതിരുന്ന നെയ്സൽ ബോൺ ഇന്നത്തെ സ്കാനിൽ ഉണ്ട്. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. കാറ്റും കടലും ശാന്തമായത് യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയത് യേശുനാമത്തിൽ. മൂന്ന് മാസം ആയിട്ടുള്ളൂ. കൊച്ചിനെയും കൊണ്ട് അവർ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇത് ജിത്തു, നേരത്തെ സാക്ഷ്യം പറഞ്ഞത് നമി, സഹോദരനും സഹോദരിയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord.
യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. എൻ്റെ പേര് ഷിനോജ്. ഞാൻ പയ്യാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് ഭയങ്കര നടുവേദനയായിരുന്നു. പയ്യാവൂർ ഹോസ്പിറ്റലിൽ പോയി ഓർത്തോ ഡോക്ടറെ കാണിച്ചപ്പോൾ നട്ടലിന് വളവാണ് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്ന് റാപ്സൻ അച്ഛനെ കാണുകയും അച്ഛൻ എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. എൻ്റെ മകളുടെ നടുവേദന പൂർണ്ണമായും മാറിക്കിട്ടി. ആവിലപ്പള്ളിയിലെ ബന്ധിതനായ ഈശോയ്ക്കും അമ്മ ത്രേസ്യായ്ക്കും 1000 സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇത് 29/6, അതായത് ഏത് മാസമാണ്? ജൂൺ മാസം 29-ാം തീയതി എടുത്ത എക്സ്റേയിൽ വളവുണ്ട്. നട്ടെല്ലിന് വലിയ നടുവേദനയാണ്. അപ്പോൾ സ്കോളിയോസിസ് എന്ന രോഗമാണ്, നട്ടെല്ല് വളഞ്ഞിരിക്കുന്നുണ്ട് എന്ന് പറയുകയും തുടർന്ന് അവരിവിടെ വരികയും ചെയ്തു. ഇത് ജൂലൈ മാസം 11-ാം തീയതി അല്ലേ എടുത്ത എക്സ്റേ ആണ്. അതനുസരിച്ച് ഇതിൽ ഉള്ള ആ വളവ് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അത് മാത്രമല്ല നടുവേദന ഉണ്ടായിരുന്നത് പൂർണ്ണമായി മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിനെ നന്ദി. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷീജ, സ്ഥലം അമ്പായത്തോട്. എനിക്ക് 2 സാക്ഷ്യങ്ങളാണ് ഇവിടെ പറയാനുള്ളത്. ഒന്ന് എൻ്റെ മകന് വേണ്ടിയാണ്. അവൻ്റെ പുക്കിളിൻ്റെ 2 വശത്തും തടിപ്പുണ്ടായിരുന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ സ്കാൻ ചെയ്യണം, ഹർണിയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ ഉമ്മിനീരെടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത് ഈശോയും മാതാവും കൂടെയുണ്ട് എന്ന പ്രാർത്ഥന ചൊല്ലി വയറിൽ തൂക്കാൻ പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വയറിലെ തടിപ്പ് മാറിക്കിട്ടി. കരമടിച്ച് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. പൊക്കിളിൻ്റെ 2 വശത്തും തടിപ്പുണ്ട്. അത് ഹെർണിയയാണോ അല്ലെങ്കിൽ അത് സർജറി ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിനെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവര്, മകന്റെ പേരെന്താണ്? യദു കൃഷ്ണ. അവന് വന്നിട്ടുണ്ടോ? ഒന്ന് കുളിപ്പോയി. യദു കൃഷ്ണയെയും കൊണ്ട് ഈ സഹോദരി വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് അപ്പോൾ തന്നെ പൊക്കിളിൻ്റെ 2 വശത്തുമുണ്ടായിരുന്ന തടിപ്പ് മാറാൻ ഇടവരുത്ത്. ഇതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ. പിന്നെ എനിക്ക് നടുവേദനയും കാലിൻ്റെ മുട്ടുവേദനയായിരുന്നു. ഞാൻ തയ്ക്കലാണ് എൻ്റെ ജോലി. വൈകുന്നേരം ആകുമ്പോഴത്തേനും കാലും മുട്ടും നടുവും വേദന എടുത്തിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് കാൽപാദത്തെ ചവിട്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിൽ പിന്നെ എനിക്ക് ഇതുവരെ നടുവേദനയും കാലിന് വേദനയും ഉണ്ടായിട്ടില്ല. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈശോയ്ക്കും ബന്ധുവിന ഈശോയ്ക്കും ആവില അമ്മയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച റാപ്സനച്ചനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. സഹോദരി എന്ന ഈ സഹോദരി തയ്ക്കുന്ന ജോലിയാണ്. പക്ഷേ തയ്ക്കാൻ ആ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഉണ്ടായിരുന്ന നടുവേദന ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെ ഓർത്ത് ഇപ്പോൾ എല്ലാ ജോലികളും ചെയ്യാൻ പറ്റുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി. സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് റോസമ്മ ജോസഫ്. ഞാൻ കീഴ്പള്ളി നാട്ടുകാരിയാണ്. പക്ഷെ എന്നെ കല്യാണം കഴിച്ചത് പാലക്കാടേക്കായിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ എൻ്റെ പുറത്ത് ഒരു ചെറിയ തടിപ്പ് റൈറ്റ് സൈഡിലായിട്ട് കാണപ്പെട്ടു. ഇപ്പോൾ ഡിസംബർ 24 എൻ്റെ ഭർത്താവ് അറ്റാക്ക് മൂലം മരിച്ചു പോയിരുന്നു. അതിനു മുമ്പ് ഭർത്താവിനെ ഈ തടിപ്പ് കാണിച്ചപ്പോൾ പറഞ്ഞാൽ എന്തെങ്കിലും കടിച്ചതായിരിക്കും. അത്ര സീരിയസ് ആ കാര്യമല്ലായിരുന്നു, ചെറിയൊരു തടിപ്പ്. ഇപ്പം നമുക്ക് ഈ തടിപ്പ് കാണുമ്പോൾ പേടിയാണല്ലോ. അടക്കമൊക്കെ കഴിഞ്ഞ് എൻ്റെ സ്വന്തക്കാർ വന്നപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതേ പ്രകാരം ഞങ്ങൾ അടുത്ത് കോങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത ക്ലിനിക്കിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ചെറിയൊരു കുരുവല്ലേ, എന്തിനാ വെച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പം തന്നെ എടുത്തേക്കാമെന്ന് പറഞ്ഞു. എനിക്കൊരു മകനാണ് ഉള്ളത്, ഞാനും മകനും കൂടെയാണ് പോയത്. അപ്പം ഞാനും ആലോചിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. കൊച്ചു ഞാനിവിടെ ആലോചിച്ചപ്പം ചെറിയ കുരുവല്ലേ എടുത്തോട്ടെ എന്നും പറഞ്ഞു. ഡോക്ടറോട് ഓക്കെ പറഞ്ഞു. ഡോക്ടർ അപ്പം തന്നെ അത് എടുത്തു വിട്ടു. വലിയ 6 സ്റ്റിച്ചോളം ഉണ്ടായിരുന്നുള്ളൂ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു.
അത് കഴിഞ്ഞ് വീട്ടിൽ പോയി ഞാൻ സാധാരണ പോലെ ജോലിയൊക്കെ ചെയ്തു, ചെറിയ ഒരു 5-6 സ്റ്റിച്ചല്ലേ. അപ്പോൾ എൻ്റെ പ്രായമായ അപ്പച്ചനെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചു പോയല്ലോ, അപ്പം ഞങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അപ്പം അപ്പച്ചൻ പറയുന്നുണ്ട് കെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. 8-ാം ദിവസം സ്റ്റിച്ച് എടുക്കാൻ ചെന്നപ്പം ചെറിയ ഇൻഫ്ലമേഷൻ. അപ്പം ഡോക്ടർ പറഞ്ഞു ഇന്ന് എടുക്കാൻ പറ്റത്തില്ല, ചെറിയൊരു ഇൻഫെക്ഷൻ പോലെ കാണുന്നുണ്ട്. അങ്ങനെ 16-ാം ദിവസം വീണ്ടും പോയി, എടുക്കാൻ പറ്റിയില്ല, തടുപ്പ്. 21-ാം ദിവസം പോയി. പിന്നെ അപ്പോൾ അവർക്ക് തന്നെ കൺഫ്യൂഷനായി എന്താ ചെയ്യേണ്ടതെന്ന്. ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറയുന്നു. എന്നിട്ട് വിസിറ്റ് വരുന്ന ഡോക്ടേഴ്സ് ക്ലിനിക്കിലാണ് പോയത്. അപ്പം അടുത്ത ഡോക്ടർ എന്ത് ചെയ്തു, ഈ സ്റ്റിച്ച് തുറന്നങ്ങ് വിട്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു കാറ്റ് കൊണ്ട് ഉണങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. എന്നാലും ഞങ്ങൾക്ക് പേടി. എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ആവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്ന് ഡ്രസ്സിങ് ചെയ്ത് ഇടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് വേദന, കഠിനമായ വേദന. അങ്ങനെ വേറെ പാലക്കാട് വേറൊരു സർജൻ്റെ അടുത്ത് പോയി. പിന്നെ അപ്പോൾ സർജൻ പറഞ്ഞു ഇൻഫെക്ഷനാണ്, ഓപ്പറേഷൻ ചെയ്ത് നിങ്ങൾക്ക് പഴുപ്പ് കയറിയേക്കോ എന്ന് പറഞ്ഞു. ഒരു ഇൻഫെക്ഷൻ, അത് ഓപ്പറേഷൻ ചെയ്ത് 1/2 കിലോ പഴുപ്പെടുത്തു. വീണ്ടും സ്റ്റിച്ചിട്ട് വെച്ചു. വീണ്ടും സമയത്ത് എന്ന് അവരെടുത്തു. എന്നാലും ചെറിയ തടുപ്പ് വീണ്ടും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ സാധാരണ, എനിക്ക് വേദനയാണല്ലോ, അപ്പോൾ സാധാരണ ക്രിസ്ത്യാനി അമ്മമാരെന്താ ചെയ്യുക, ഉള്ള പള്ളിയിലെല്ലാം നേർച്ച തരും. ഞാൻ ഇവിടെ ആവിലായി പള്ളി എൻ്റെ നാട്ടിലെ പള്ളിയാണല്ലോ, നേർച്ച നേർന്നു. അവിടെ സീനായി ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ നേർച്ച നേർന്നു. ഈ ഒത്തിരി ഭക്തിയല്ല, എല്ലായിടത്തും അങ്ങ് നേർച്ച നേർന്നു. മാതാവേ എൻ്റെ പിന്നെ അസുഖം ഭേദമാക്കി തരണേന്നും പറഞ്ഞ് എല്ലായിടത്തും നേർച്ച നേർന്നു. അപ്പോൾ എൻ്റെ അനിയത്തിയും വീട്ടുകാരും എല്ലാം പറയുന്നുണ്ട് നീ ഇങ്ങോട്ട് വാ, അവിടെ നിൽക്കുക, ഇവിടെ വന്നിട്ട് നമുക്ക് കാണിക്കാമെന്ന്. അപ്പം ഞാനിത് ഇത്ര പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇങ്ങനെ ഇത് വരുമെന്നുള്ളത്. അവസാനം അവിടുന്ന് 2 പ്രാവശ്യം ട്യൂബൊക്കെ ഇട്ട് ആണ് സർജറി ചെയ്ത് വിട്ടത്. എന്നിട്ട് പിന്നെ വേദന എനിക്ക് നട്ടലിൻ്റെ അടുങ്ങോട്ടാകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ മരിച്ചു പോകുന്ന എനിക്ക് തോന്നി. അപ്പം എനിക്കൊരു മകനല്ലേ, അവൻ പഠിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അപ്പച്ചൻ്റെ അനിയനെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഇങ്ങോട്ട് വരണം. എന്നെ കൊണ്ടുവരാൻ അങ്ങനെയല്ല എൻ്റെ ഉദ്ദേശം. അപ്പച്ചൻ്റെ അനിയനോട് എൻ്റെ കുഞ്ഞിനെ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുക, ഞാൻ മരിച്ചു പോകുന്നതാണ്. എന്നിട്ട് അപ്പച്ചൻ്റെ അനിയൻ വന്നു, എന്നെ കൊണ്ടുവന്നു, AKGയിൽ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്തിട്ട് ഡോക്ടർ പിന്നെ 2 ദിവസം കഴിഞ്ഞ് 2 ദിവസം കൂടെ നോക്കിയിട്ട് രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പഴുത്ത് ഇറങ്ങുകയാണ്, നട്ടിലിൻ്റെ സൈഡ് വരെ എത്തി. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർ ഈ പഴുപ്പെല്ലാം നീക്കി, ഇനി നമുക്ക് സ്റ്റിച്ച് ഇടണ്ട, വാക്വം വെച്ച് പഴുപ്പ് വലിച്ചെടുക്കുന്ന മെഷീൻ വെച്ച് ഉണക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ എന്നെ ഓപ്പറേഷൻ ചെയ്ത് അവിടുന്ന് വിട്ടു. അപ്പം കൊണ്ടിരുന്ന വഴിക്ക് എൻ്റെ അനിയത്തി ഇവിടുത്തെ ശുശ്രൂഷകയാണ് ലിസി. അവൾ പറഞ്ഞു നമുക്ക് റാപ്സത്തിനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പാപ്പനൊന്നും അത്ര താല്പര്യം, ഞാൻ അത്ര ടയേർഡാണ്, മെഷീനും വെച്ച് വരെയല്ലേ. എന്താണേലും എൻ്റെ അനിയത്തി നിർബന്ധിച്ച് അച്ഛനുണ്ടായിരുന്നു, അച്ഛനോട് പറഞ്ഞ് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച്. അപ്പോൾ എന്നെ അവിടെ മാർത്തോമ പള്ളിയിലാണ് കെട്ടിച്ചേക്കുന്നത്. അവിടുത്തെ കുമ്പസാരം കോമൺ കുമ്പസാരമാണ്. അപ്പോൾ എനിക്കതത്ര തൃപ്തിയില്ല. നമ്മൾ RCയിലല്ല, റോമനിലാണല്ലോ ജനിച്ചത്. അപ്പം ഞാൻ അച്ഛനോട് വന്ന കാര്യങ്ങളെല്ലാം, എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. പിന്നെ അച്ഛൻ എന്നെ തൊട്ടു, ഈശോ നിന്നെ തൊട്ടിട്ടുണ്ടെന്ന് നിനക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഈ സഹോദരി ഇവിടെ വരുന്നത് നട്ടെല്ലിൻ്റെ ഈ ഭാഗത്ത് വലിയ ഒരു മുറിവും അവിടെ നിന്ന് പഴുപ്പ് സക്ക് ചെയ്ത് കളയുന്ന ഒരു മെഷീനും വെച്ചിട്ടാണ്. സക്ക് ചെയ്ത് പോകുന്നതിന് ഒരു മെഷീൻ, അതിൽ നിന്ന് പുറത്തേക്ക് സക്ക് ചെയ്ത് പഴുപ്പ് കളക്ട് ചെയ്യുന്നതിന് ഒരു ബാഗുമൊക്കെ ആയിട്ടാണ് ഇവിടെ അന്ന് വന്നത്. അങ്ങനെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഈ സഹോദരിയുടെ ഏകദേശം 1/2 കിലോ പഴുപ്പ് ഉണ്ടായിരുന്നത് പോലെ ഇത് 1 കിലോ സർട്ടിഫിക്കറ്റുകളുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി നാളുകളുടെ വേദനകളും ദുരിതങ്ങളും പറയുന്നത് പോലെ നമുക്ക് പറയുമ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുന്നതിനുള്ള പരിമിതികളുണ്ട്. പറയുന്നതിനും ഒരു വേദന അനുഭവിച്ചത് പറയുന്നതിനൊക്കെയുള്ള. അപ്പോൾ നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മതി. അതായത് നട്ടെല്ലിൻ്റെ പഴുപ്പ് ഇറങ്ങി ദ്രവിച്ചു പോകുന്ന രീതിയിൽ, തളർന്ന് കിടക്കുന്ന രീതിയിൽ, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ആയിരിക്കുകയും ചെയ്യുന്ന ഒരു ആംബുലൻസിൽ കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് തൊട്ട് സുഖപ്പെടുത്തുകയും ഇപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ജീവിക്കാൻ കർത്താവ് കൃപ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. കാറ്റും കടലും ശാന്തമായതും യേശുനാമത്തിൽ, പാപം നീങ്ങി സൗഖ്യം നേടിയ യേശുനാമത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അത് നട്ടെല്ലിൽ ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അല്ലെ, ഫംഗസ് ആണ് എന്ന് കണ്ടുപിടിക്കാനും അതിനെ ചികിത്സിക്കാനും പിന്നീട് ആ സൗഖ്യം ഏകദേശം 1 വർഷത്തോളം അല്ലേ
8 മാസത്തോളം നീണ്ടു നിന്ന ഒരു പ്രോസസ്സായിരുന്നു. എന്താണ് രോഗമെന്ന് പോലും കണ്ടുപിടിക്കാത്ത അവസ്ഥയിൽ അത് കണ്ടുപിടിക്കാനും പിന്നെ ചികിത്സിക്കാനും പൂർണ്ണമായി സൗഖ്യപ്പെടാനും കർത്താവ് ഇടവരുത്തിയതിനോർത്ത് ഉച്ചത്തിൽ വിളിക്കാം ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.